തിരുവോണ ദിനത്തിൽ നമ്മളോടൊപ്പം ഒരു അതിഥിയുണ്ട്. ആ അതിഥിയെക്കുറിച്ച് പറയുമ്പോൾ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന, വേദിയിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന, അതോടൊപ്പം തന്നെ പിന്നണി കാലത്തിലും സമീപകാലത്ത് പോലും കാവലായി എന്ന് പറഞ്ഞ പാട്ടിലൂടെയൊക്കെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുത്തിയിട്ടുള്ള, വ്യക്തിപരമായി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ജോബ് കുര്യൻ. നമസ്കാരം. ഈ തിരുവോണ ദിനത്തിൽ സംസാരിക്കുമ്പോൾ ജോബ്, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറേ കാലമായിട്ട് അങ്ങ് സജീവമായിട്ട് വേദികളിലുണ്ട്. ഈ വർഷത്തെ ഓണം എങ്ങനെയാണ്? അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. തവണ ഓണം വീട്ടിൽ തന്നെയാണ്. ഞാൻ നാളെ വൈകിട്ട് ദുബായിലേക്ക് പോകും. അവിടുത്തെ നമ്മുടെ സഹോദരങ്ങളുമായിട്ട് ഓണം ആഘോഷിക്കാൻ. അത് വലിയൊരു പ്രോഗ്രാമാണ്. പൃഥ്വിയൊക്കെ ഉള്ള സ്റ്റീഫൻ ചേട്ടനും അവരുടെ ബാൻഡും, അപ്പോൾ കൂടെ വേറെ ഒത്തിരി കലാകാരന്മാരൊക്കെ ഉള്ളൊരു ഷോ ആണ്. ഞാനും ഭാഗമാണ്. അപ്പോൾ അതാണ് ഓണവിശേഷം. പിന്നെ ലുക്കിംഗ് ഫോർവേഡ്. ഇന്ന് ഇപ്പോൾ കൂട്ടുകാരുടെ വീട്ടിലേക്കൊക്കെ ഒന്ന് പോകണം. തിരുവനന്തപുരത്തുള്ളപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പതിവുണ്ട്. അതാണ് പതിവ് അല്ലേ? അതാ പതിവ്. ഫ്രണ്ട്സിൻ്റെ വീട്ടിലോട്ടൊക്കെ പോയി എല്ലായിടത്തും ഒന്ന് ഒരു റൗണ്ട് പായസമൊക്കെ അടിച്ച് വരും. കുട്ടിക്കാലത്തേക്ക് ഒരു ഓണത്തിലേക്കുള്ള ഓർമ്മ എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് ഈ അവധിക്കാലത്തേക്ക് ഒരു ഓർമ്മ എങ്ങനെയാണ്? ഓണം എൻ്റെ ഏറ്റവും വലിയ ഓർമ്മ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഉണ്ണി വേണു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വളരെ അടുത്താണ്. നെടുമുടി വേണു അദ്ദേഹത്തിൻ്റെ മകൻ. അദ്ദേഹത്തിൻ്റെ കൂടെ ഒത്തിരി ഓണം ചിലവഴിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എനിക്കൊന്നൊരു 10-15 ഓണമെങ്കിലും ഞാൻ ആ വീട്ടിലാണ് ഉണ്ടിട്ടുള്ളത്. നെടുമുടി വേണുങ്ങളുടെ വീട്ടിലാണ്. അപ്പോൾ എൻ്റെ ഓണത്തിൻ്റെ മെജോറിറ്റി ഓർമ്മകൾ മുഴുവൻ അവിടെയാണ്. പിന്നെ വീട്ടിലും ഇപ്പം നമുക്ക് എല്ലാവരും കാണുമല്ലോ, പഠിത്തം എല്ലാവരും ഫ്രണ്ട്സൊക്കെ പലയിടത്തു നിന്നുള്ളവരും അന്ന് എങ്ങനെയെങ്കിലും വീട്ടിലെത്താൻ ശ്രമിക്കുന്ന ദിവസമാണല്ലോ. അപ്പോൾ എല്ലാവരും കാണുക, അതാണ് ഏറ്റവും വലിയ സന്തോഷം. പ്രത്യേകിച്ച് ഒരു പ്രായത്തിന് ശേഷം എല്ലാവരും പല വഴിക്കായിരിക്കും. അപ്പോൾ ഓണം ഇസ് എ ഫെസ്റ്റിവൽ, എല്ലാവരും ഒന്നിക്കുന്ന. അപ്പോൾ അതാണ് ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ്. അതാണ് ഓർമ്മകളും അത് തന്നെയാണ്. ജോബിൻ്റെ പാട്ടുകളുടെ ഒരു പ്രത്യേകത, ജോബിനെ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു എന്തിനെങ്കിലും വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ടുള്ള ഒരു എഫേർട്ട് നമ്മൾ ഇട്ടാൽ കുറേ കാലം കഴിഞ്ഞിട്ടാണെങ്കിലും അത് അംഗീകരിക്കപ്പെടുന്നുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് താരാട്ട് പോലെയുള്ള പാട്ട്, കണ്ണോട് കണ്ണായിടാം ഒക്കെ അല്ലേ? അപ്പം അന്ന് ചെയ്തിട്ടുള്ള 10 വർഷം മുൻപൊക്കെ ചെയ്തിട്ടുള്ള പാട്ടുകൾ അതിപ്പോൾ അംഗീകരിക്കപ്പെടുമ്പം എന്താണ് ജോബിന് അത് ഫീൽ ചെയ്യുന്നത്? ഞാൻ ഉദ്ദേശിച്ച കാര്യം എന്നുള്ളൊരു ഫീലാണോ? അങ്ങനെയല്ല, ഞാൻ സത്യം പറഞ്ഞാൽ അന്നൊന്നും നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ഇത് പ്രതീക്ഷ ഇങ്ങനെ എത്ര പേര് കേൾക്കുന്നു അങ്ങനെയുള്ളൊരു പ്രതീക്ഷ നമുക്ക് ആഗ്രഹിക്കാം. പക്ഷേ നമ്മളുടെ ഒരു എക്സ്പ്രഷനാണല്ലോ ഇതല്ല. ഓരോ പാട്ടും ഓരോ എക്സ്പ്രഷൻ. ഇത് വൈഫിന് കമ്പോസ് ചെയ്ത്, മറ്റേത് മോന്. നമ്മുടെ ഒരു ഇഷ്ടം പാട്ടിലൂടെ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് പ്രേക്ഷകരിലേക്ക്, അവരുടെ ജീവിതത്തിലേക്ക് അത് കണക്റ്റ് ആകുമ്പോഴാണ് ആസ് ആൻ ആർട്ടിസ്റ്റ് നമുക്ക് അതിൽ മുകളിലൊന്നും കിട്ടാനില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അത് അങ്ങ് ചെയ്യുകയാണ്, പൂർണ്ണമായ മനസ്സോടുകൂടി ചെയ്യുന്നു. പ്രേക്ഷകൻ എന്തെങ്കിലും അത് സ്വീകരിക്കുന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി. പിന്നെ നമ്മൾ ഒത്തിരി പ്രതീക്ഷിച്ച് ചിലപ്പോൾ ദുഃഖിക്കേണ്ടി വരും. ചിലപ്പോൾ കേൾക്കാനൊക്കെ വൈകും. ഇതുപോലെ 9 കൊല്ലം കഴിഞ്ഞാണ് ആൾക്കാർ. അപ്പോൾ എനിക്ക് വളരെ സന്തോഷവും മുന്നോട്ട് പാട്ടുകൾ ചെയ്യാനുള്ള ഒരു പ്രചോദനമായിട്ടാണ് ഇപ്പം കണ്ണോടും താരാട്ടും ഇങ്ങനെ പാട്ടുകളൊക്കെ തിരിച്ചു വരുമ്പം തോന്നുന്നത്. താങ്ക്സ് ടു സോഷ്യൽ മീഡിയ അല്ലേ? ഇത് അന്നത്തെ ഒരു ഏതൊക്കെയോ റീൽസ് ഇങ്ങനെ പോയതിൻ്റെ ഫലമായിട്ടാണ് ഈ പാട്ടുകൾ തിരിച്ച് പ്രേക്ഷകരിലേക്ക് എത്തിയത്. ഇപ്പൊക്കെ തോന്നുന്നത് ജോബ് ചെയ്ത പാട്ടുകളൊക്കെ ഇപ്പം സമീപകാലത്ത് ചെയ്തതെല്ലാം തന്നെ അതുകൊണ്ട് തന്നെ അപ്പം അതിലെന്തെങ്കിലുമൊക്കെ ഒരു ക്വാളിറ്റി ഉണ്ടാവും എന്ന് ആളുകൾ വിചാരിക്കുക. ആളുകൾ അത് ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്. ഭാവമൊക്കെ അത് ജോബ് വേദിയിൽ തന്നെ പാടാറുണ്ട്. ഇപ്പൊ എങ്ങനെയാ ഈ ഇൻഡിപെൻഡന്റ് സോങ്സ് സ്വന്തമായിട്ട് ചെയ്യുന്ന പാട്ടുകളുടെ പ്രൊഡക്ഷൻ ഒരു ഭാഗത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്? കാരണം എല്ലാ ദിവസവും പ്രോഗ്രാം ഉണ്ട് ഓൾമോസ്റ്റ്. അല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ അധികം അത്രയൊന്നും വേണ്ട. ഞാൻ വളരെ കുറച്ച് കോൺസേർട്സ് അങ്ങനെ അധികം ചെയ്യാറില്ല ആളാണ്. അധികം ചെയ്യില്ല. ചെയ്യുമ്പം സെലക്റ്റഡ് ആയിട്ട് എനിക്ക് നമുക്ക് അധികം ത്രോട്ട് ഒത്തിരി ഓവർ സ്ട്രെയിൻ ചെയ്യാതെ വെച്ചാൽ നമുക്ക് വേണമല്ലോ ഇനി മുന്നോട്ട്. അപ്പോൾ ഞാൻ ഹാപ്പിയാണ്. അധികം ചെയ്യാണ്ടിരിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം. പക്ഷേ എന്നാൽ ചെയ്യുമ്പോൾ നന്നായിട്ട് ചെയ്യാനാണ് എൻ്റെ ശ്രമം. അപ്പോൾ ഇപ്പോൾ ദൈവം വെച്ചിട്ട് അത് നന്നായിട്ട് ഒരു റെഗുലർ ഇൻ്റർവെൽസിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ നോക്കുന്നത്. ഇപ്പം ബാക്ക് ടു ബാക്ക് കോൺസേർട്ട്സ് ചെയ്യുന്നതിനോട് എനിക്ക് അടിസ്ഥാനപരമായിട്ട് താല്പര്യമില്ല. ബിക്കോസ് നമ്മളുടെയും ആ ഒരു ടോട്ടൽ ഫയർ നഷ്ടപ്പെടാൻ പാടില്ലല്ലോ. എല്ലാ ദിവസവും അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്താൽ നമ്മുടെ പാട്ടുകളോട് നമുക്കൊരു വിരക്തി തോന്നാൻ പാടില്ലല്ലോ. അത് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണമായ എക്സൈറ്റഡ് ആയിട്ട് പ്രേക്ഷകന് ഏറ്റവും നല്ലത് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ അങ്ങനെ ഒരു ഗ്യാപ്പ് എനിക്ക് ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ടായിരിക്കാം ഷോസ് അങ്ങനെയാണ് വരുന്നത്. പക്ഷേ വർഷങ്ങളായിട്ട് ഇങ്ങനെ റെഗുലർ ഇൻ്റർവെൽസിലും പ്ലേ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ദാറ്റ് മീൻസ് ഇപ്പോൾ ഒരു 20 വർഷത്തോളം ആയിട്ട് നമുക്ക് അന്നം മ്യൂസിക്കിൽ നിന്നുണ്ട്. അപ്പോൾ ഞാനതിൽ അങ്ങേയറ്റം തൃപ്തനാണ്.
പറ്റിയല്ലോ, പാഷൻ തന്നെ നമുക്ക് ജീവിത മാർഗമാക്കാൻ. അപ്പോൾ അത് ഇനി കുറേ കാലം കൂടെ എങ്ങനെയെങ്കിലുമൊക്കെ കൊണ്ടുപോകണം. ഹാപ്പി ആയിട്ട് കുറേ പാട്ടുകൾ കൂടെ ചെയ്യണം പ്രേക്ഷകർക്ക് വേണ്ടി, നമുക്ക് വേണ്ടിയൊക്കെ. അതാണ് എൻ്റെ ഫോക്കസ്. അപ്പോൾ ഷോസ് ഏറ്റവും സന്തോഷം തരുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ആ എക്സൈറ്റ്മെൻറ്റ് ഒട്ടും കുറയാതെ പ്രേക്ഷകരിലേക്ക് പങ്കിടണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ജോബ് പാലക്കാട്ട് ഒരു കോളേജിൽ ഒരു പ്രോഗ്രാമിന് വന്നപ്പം വലിയ ഇൻസ്ട്രുമെന്റ്സ് ഒന്നുമില്ല, ഒരു ഗിറ്റാർ പ്ലെയർ മാത്രമേ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ യു ആർ ഹാപ്പി ആ സമയത്ത്. സന്തോഷമാണ് ഏറ്റവും വലുത്. നമുക്ക് പ്രേക്ഷകർക്കും അവർക്കും നമ്മൾ മറക്കാനാകാത്ത എന്തെങ്കിലും നമ്മുടെ സന്തോഷത്തിന് ഭാഗമാകാൻ പറ്റണം. അല്ലെങ്കിൽ പിന്നെ ഒരു ശരിയല്ലല്ലോ. ആസ് ആൻ ആർട്ടിസ്റ്റ് നമ്മൾ ഒരു എൻ്റർടൈനേഴ്സ് അല്ലേ നമ്മളൊക്കെ, അവരുടെ ജീവിതത്തിൽ കുറച്ച് സന്തോഷം കൊടുക്കണ്ടേ. അപ്പോൾ ഞാൻ അങ്ങനെ തയ്യാറെടുക്കാറുണ്ട്. ചില ദിവസമൊക്കെ നമ്മുടെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ വല്ലാതെ വിഷമവും ഒക്കെ വരും, വളരെ. അപ്പോൾ പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രിപ്പയർഡായിട്ടൊക്കെ ചെല്ലുമ്പം എങ്ങനെയെങ്കിലും നമുക്കൊരു അവരെ ഒരു മിനിമം ഹാപ്പിനെസ്സിൽ കൊണ്ടുവരാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഈ വർഷത്തെ ഒരു വലിയ ഗിഫ്റ്റ് ആയിരുന്നു എമ്പുരാനിലെ പാട്ട്. അതെ അതെ. എങ്ങനെയാണ് ജോബയിലേക്ക് എത്തിയത്? എമ്പുരാനിൽ ആക്ച്വലി ഈ കാവലായി എന്ന് പറഞ്ഞ പാട്ട് പാടാനല്ല ഞാൻ ആക്ച്വലി അതിൽ ചെന്നത്, വേറൊരു പാട്ട് പാടാനാണ്. ആ പാട്ട് എനിക്ക് തോന്നുന്നു ലിറിക്സ് ഒക്കെ മാറിയിട്ട് അതൊന്ന് എന്തോ ഷിഫ്റ്റായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ആഡ് ചെയ്ത പാട്ടാണ് ഇത്. അപ്പം എനിക്കൊന്ന് പൃഥ്വിയും ദീപക് സാറും ഒരുമിച്ച് തീരുമാനിച്ചതാണെന്ന് തോന്നുന്നു. അങ്ങനെ ആ ഒരു മൂഡ് ഓഫ് ഒരു ട്രാക്ക് വേണം സ്കോറിൽ. അപ്പം എന്തായാലും ഭാഗ്യത്തിന് ഞാൻ ആ ഏരിയയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സാറ് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഇപ്പോൾ വരാം പറഞ്ഞിട്ട് എറണാകുളത്തുണ്ടായിരുന്നു. ട്രിവാൻഡ്രം സെറ്റിൽഡാണ്, പക്ഷെ എറണാകുളത്ത് അപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചിലപ്പോൾ നമുക്ക് ചില പാട്ടുകളൊക്കെ അങ്ങനെയാണ്. നമ്മൾ അപ്രതീക്ഷിതമായൊരു ഭാഗ്യം അല്ലെങ്കിൽ ദൈവാനുഗ്രഹം അല്ലെങ്കിൽ ഗ്രേസ് എന്നൊക്കെ നമ്മൾ പറയുന്നത് അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഇന്നലകളെ തിരികെ വരുമ്പോൾ 4 വരി ഞാൻ വേറൊരു പാട്ട് പാടാൻ, ഷീമാട്ടിയുടെ ആഡ് പാടാൻ ചെന്നൈ പോയത് ഞാൻ ദീപക് സാറിനെ ഒന്ന് കാണാൻ പോയതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ജോബ എനിക്ക് പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യാൻ സമയമായി, കേൾപ്പിക്കാനായിട്ട് 4 വരി ഒന്ന് പാടിത്തരുമെന്ന് വന്നിട്ട് അങ്ങനെ പെട്ടെന്ന് പാടിയതാണ്. പക്ഷേ ലാൽ സാർ നമ്മുടെ അദ്ദേഹമല്ലേ ഇതിൻ്റെ ഡയറക്ടർ, ലാൽ സാർ അത് കേട്ട് ഇഷ്ടപ്പെടുകയും മാറ്റണ്ടെന്ന് പറയുകയും, അപ്പോൾ ആ 4 വരി ഭയങ്കരമായിട്ട് ആൾക്കാരിലേക്ക് എത്തിയതാണ്. അപ്പം ഞാൻ അല്പം ഭാഗ്യമുള്ള ആളാണ് ഇങ്ങനത്തെ കാര്യങ്ങളിൽ. അധികം പാട്ടുകൾ പാടിയിട്ടില്ലെങ്കിലും പാടിയതൊക്കെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തുന്ന തരത്തിലുള്ള കമ്പോസിഷൻസിലാണ് പെട്ടത്. ദാറ്റ്സ് എ ബ്ലെസ്സിങ്. ഏനോ മാണിക്യച്ചിറകളായാലും എന്താ താനെ പൂക്കും, അങ്ങനെ ആരാണ് ഇതിൽ നല്ല പാട്ടുകളാണെന്നാണ്. അപ്പോൾ ക്രെഡിറ്റ് ഗോസ് ടു ദ കമ്പോസേഴ്സ്, ലിറിസിസ്റ്റ് ആൻഡ് ദ മേക്കേഴ്സ്. അതിൻ്റെ എല്ലാം നമ്മളതിൻ്റെ ഒരു നിമിത്തം പോലെ എങ്ങനെയോ ഫിറ്റിനായിട്ട് തന്നു. അതുപോലെ തന്നെ എമ്പുരാനും. ആ പാട്ട് റീൽസിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ എവിടെ നോക്കിയാലും കാണും. നമ്മൾ ഒരു ദിവസം എന്തായാലും ഒരു തവണയെങ്കിലും കാണും. ഞാൻ പോലെ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ജോബിൻ്റെ ഇൻസ്റ്റാഗ്രാം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ എല്ലാ ദിവസവും ആരെങ്കിലുമൊക്കെ അതിൻ്റെ പാട്ടുകൾ ഷെയർ ചെയ്ത് അതിൻ്റെ അത് റീഷെയർ ചെയ്യാറുണ്ട്. എല്ലാവരും ഒന്ന് പരിഗണിക്കും. എന്താണ് അതിൻ്റെ ഒരു പ്രത്യേക ജോബിനെയാണോ ചെയ്യുന്നത്? അത് ഉറപ്പായിട്ടും. ഞാനും വൈഫും ഉണ്ട്, പുള്ളിക്കാരി എന്നെ മാനേജും കൂടെ ചെയ്യുന്നത്. പക്ഷെ ഞാനെല്ലാം കാണും. വളരെ നമുക്കൊരു പേഴ്സണൽ സംഭവമല്ലേ അത്. പ്രേക്ഷകർ നമ്മളോട്ട് ഇഷ്ടം പങ്കിടുമ്പോൾ അത് അവരോടൊരു നന്ദി സൂചകമായിട്ടാണ് ഞാൻ റീഷെയർ ചെയ്യുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാട് അവർ ആ സമയം എടുത്ത് ഒന്നിലൊരു പാടുകയോ അല്ലെങ്കിൽ ഒരു റീലൊക്കെ ഉണ്ടാക്കിയിടുന്ന വെച്ചാൽ അവരുടെ ടൈമാണല്ലോ. അപ്പോൾ വി ഷുഡ് റെസ്പെക്ട് ദെയർ ടൈം. ചിലത് മിസ്സൊക്കെ ആയിപ്പോകും കേട്ടോ. നമുക്കിപ്പോൾ അതിൻ്റെ അകത്ത് ഫുൾ ടൈം അങ്ങനെ ഇരിക്കാനും ഒക്കില്ലല്ലോ, നമ്മളും എന്തെങ്കിലും വർക്കോ എന്തെങ്കിലുമൊക്കെ ആയിട്ട്. പക്ഷേ കാണുമ്പം എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എഫേർട്ട് അതിൽ ഉണ്ടെന്ന് ഉറപ്പായിട്ട് തോന്നിയാൽ ഞാൻ ഉറപ്പായിട്ടും മാക്സിമം ചെയ്യാറുണ്ട്. അപ്പോൾ ചിലത് ചുമ്മാ പെട്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് റാൻഡമായിട്ടൊക്കെ കാഷ്വലായിട്ട്. ഇത് ഇച്ചിരി കൂടെ ഒത്തിരി പേര് സീരിയസ് ആയിട്ടാണ് അത് ചെയ്യുന്നത്. ഒരു സ്നേഹത്തിൻ്റെ എനിക്കൊരു സംഭവം നമുക്ക് തോന്നും അതിൽ പാടിയിടുമ്പോഴായാലും. അതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ആ സൂപ്പർ സ്റ്റാർ കാലം അപ്പം ഓർക്കാറുണ്ടോ? ഓർക്കാറില്ലാതിരിക്കില്ല ഉറപ്പായിട്ടും. അത് സൂപ്പർ സ്റ്റാർ കാലം അവിടെ നിന്നാണല്ലോ നമുക്കൊരു തുടക്കം. ഒരു റെക്കഗ്നേഷൻ എന്നൊക്കെ പറയുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ്. ഞാൻ എങ്കിലും പറയട്ടെ, നമ്മൾ മുഖം തിരിച്ചറിയുക എന്ന് പറയുന്ന, കലാകാരൻ്റെ മുഖം തിരിച്ചറിയുക എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ്. നമ്മൾ എത്രയോ പാട്ട് പാടിയാലും ചിലപ്പം നമ്മൾ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാതെ പോവുക എന്നുള്ള വിഷമമാണ്. അപ്പോൾ പക്ഷേ നമുക്ക് ആ റിയാലിറ്റി ഷോ കൂടെ കിട്ടിയ അതാണ് ഫസ്റ്റ് 6 മാസം ടി വിയിൽ നിറഞ്ഞ് നല്ലൊരു എന്താ പറയുക പ്രോഗ്രാമിൻ്റെ ഭാഗമായി. അപ്പം പ്രേക്ഷകർ നമ്മൾ തിരിച്ചറിഞ്ഞു. സമീപകാലത്തെ സംഗീതനെ ഇന്റർവ്യൂ ചെയ്തിരുന്നു ചോട്ട മുംബൈ ഇറങ്ങിയ സമയത്ത്. അപ്പം ഞാൻ സംഗീതനോട് പറയുന്നു, അന്ന് ഒരു പക്ഷേ ഈ സിനിമാ താരങ്ങൾക്കുള്ളതിനേക്കാൾ വലിയ ഫാൻ ബേസ് ആയിരുന്നു സൂപ്പർ സ്റ്റാറിലെ കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നത് അല്ലേ? ഇപ്പം ഫൈനലിൽ ജോബും സംഗീതം 2 ഭാഗങ്ങളിൽ നിൽക്കുമ്പോഴുള്ള ഒരു അത് ഭയങ്കര നമുക്ക് പോലും അങ്ങനെയൊന്നും
പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ അതിലേക്ക് അതുവരെ 2ാം സ്ഥാനമൊക്കെ എത്തുമെന്ന് ഞാൻ വിചാരിച്ചൊന്നുമല്ല. അതങ്ങ് എത്തി. അപ്പോൾ ആ ഒരു മൊമെൻ്റ് ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. അങ്ങേറ്റം നന്ദിയും സ്മരണയോടുകൂടി. അതാണ് ശരിക്കും എത്രയോ പേര് അവരുടെ കുടുംബാംഗങ്ങളെ പോലെ ഞങ്ങളെ കണ്ട ഒരു ഓർമ്മ ഞങ്ങൾക്കുണ്ട്. പക്ഷേ അത് വളരെ പേഴ്സണലായിരുന്നു. അന്ന് അധികം ചാനലുകളിൽ ഇല്ലായിരുന്നു. അപ്പോൾ ഒരു ചാനലിലേക്ക് എല്ലാവരുടെ ഒരു ഫോക്കസും അല്ലെ ആ ഒരു ഷോയിലേക്കും. അപ്പോൾ വളരെ പേഴ്സണലായിട്ട് പ്രേക്ഷകർ നമ്മളെ കണ്ടു തുടങ്ങി. പലരും പറയും വീട്ടിൽ വരൂ നമുക്ക് അത്താഴം ഒരുമിച്ച് കഴിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് പല പ്രേക്ഷകർക്കും ഉള്ള ഇന്നും ടച്ചിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ദാറ്റ് മീൻസ് എ ലോട്ട് അല്ലേ. അതൊരു വലിയൊരു അംഗീകാരം തന്നെയാണ്. ജോബിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകളെ കുറിച്ച് ചോദിക്കുമ്പോൾ എല്ലാവരുടെയും ഫേവറേറ്റ് ലിസ്റ്റിൽ ഉണ്ടാവുന്ന ഒരു പാട്ടാണ് പദയാത്ര. പദയാത്രയുടെ ഒരു പിറവിയെക്കുറിച്ച്. പദയാത്ര എൻ്റെ ഒരു സുഹൃത്ത് അജയ് ജയ് നായർ എന്നൊരു സുഹൃത്തിന് വേണ്ടി കമ്പോസ് ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു യാത്ര ഹിമാലയ വരെ പുള്ളി ഒരു വളരെ എന്താ പറയണ്ടേ ലളിതമായൊരു യാത്ര, അതായത് വലിയ പോഷ് മാർഗമൊന്നും എടുക്കാതെ ശരിക്കും ബൈ ജനറൽ കമ്പാർട്ട്മെൻറ്റ് മുതൽ തുടങ്ങി ഞാനാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. ആശാൻ ഇങ്ങനെ പല വഴി പോയിട്ട് ഒരു 30 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നത്. ആ പോക്കിൽ അവൻ്റെ വളരെ തുച്ഛമായ പൈസ ഉണ്ടായിരുന്നല്ലോ, എനിക്കറിയാം. അതിൽ പോയി പുള്ളി അത് അത്രയും എന്താ പറയുക ഒരു യാത്രയ്ക്ക് പുള്ളിയുടെ മൂഡിനെ അങ്ങേയറ്റം നന്നാക്കിയാണ് പുള്ളി തിരിച്ചു വന്നത്. അങ്ങോട്ട് പോയപ്പോൾ പുള്ളിക്ക് കുറേ ട്രോമാസിലാണ് പോയത്. പക്ഷേ തിരിച്ചു വന്നപ്പോൾ ഹി വാസ് വെരി ഹാപ്പി. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു വളരെ എല്ലാം മറന്നൊരു യാത്ര ചിലപ്പം പല കാര്യങ്ങളും ശരിയാക്കി തന്നേക്കും. മറ്റുള്ളവരുടെ ജീവിതം കാണാനും നമ്മളുടെ പ്രശ്നങ്ങളൊന്നും അല്ല എന്ന് തിരിച്ചറിയാനും ഒക്കെ ഒരു യാത്രയ്ക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരും. അതൊരു മോർ ഓഫ് എ സ്പിരിച്വൽ ജേർണി, ഒരു റിലീജിയസ് അല്ല ഞാൻ പറയുന്നത്, സ്പിരിച്വൽ ജേർണി, ഇറ്റ്സ് ഡിഫറെൻറ്റ്. അപ്പോൾ പുള്ളിയുടെ അങ്ങനെ സെൽഫ്ലെസ് ആയിട്ടൊരു യാത്രയായിട്ട് എനിക്ക് തോന്നിയിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്ത പാട്ടാണ്. ഹരീഷും കൂടെ ഹരീഷ് അതിലേക്ക് പിന്നീട് വന്നത് നമ്മൾ എല്ലാം റെഡിയാക്കിയപ്പോൾ എനിക്ക് ആദ്യം മുതൽ ഈ പാട്ട് പുള്ളിയും കൂടെ പാടിക്കണം എൻ്റെ കൂടെ. ഇപ്പം എനിക്ക് ആ പാട്ടിൽ കുറേ ആഗ്രഹങ്ങളുണ്ട്. അപ്പം നമ്മൾക്ക് നടക്കാത്തത് വേറെ നമ്മൾ ആളെ ഇറക്കുന്ന പോലെ. അപ്പോൾ എനിക്ക് ആ പാട്ട് കുറച്ചും കൂടെ ഇംപ്രൊവൈസൊക്കെ ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞ ഇഷ്ടമാണ്, നിങ്ങളൊന്ന് വന്നാൽ പൊളിക്കും. പുള്ളി വളരെ സന്തോഷത്തോടെ ഞാൻ ജോബ് അത് വേദിയിൽ പാടുന്ന ശ്രദ്ധിച്ചിട്ടുണ്ട്. മണിയൊക്കെ കയ്യിൽ പിടിച്ച് ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് അത് പാടാറ്. വേദിയിൽ പാടാൻ ഭയങ്കര ഇഷ്ടമാണല്ലേ? അല്ല, ഉറപ്പായിട്ടും അത്രയും പ്രേക്ഷകർ അത് കൂടെ പാടുകയും അതാണ് അതിൻ്റെ ഹൈ. ഇപ്പം ഞാൻ പാടുന്നതിലുപരി ഞാൻ ഇഷ്ടപ്പെടുന്ന അതിൻ്റെ അത് ഭാഗം എന്ന് പറഞ്ഞാൽ ആ പ്രേക്ഷകൻ്റെ പങ്കാളിത്തമാണ്. അതിൻ്റെ അകത്തൊരു ഭയങ്കരമായിട്ട് ഇൻവോൾവ്മെൻറ്റ്. അപ്പം നമുക്ക് സ്റ്റേജിൽ നിൽക്കുമ്പോൾ അതിപ്പരം ഹൈ വേറെ ഇല്ലേ. അപ്പോൾ അതൊരു വലിയ ബ്ലെസ്സിങ് ആണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു പാട്ട് പ്രേക്ഷകൻ തിരിച്ചിങ്ങോട്ട് പാടിത്തരുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാനാവില്ല. അവസാനിപ്പിക്കാം. എന്താണ് 24 പ്രേക്ഷകരോട് ഈ ഓണദിനത്തിൽ ജോബിന് പറയാനുള്ളത്? ഓണദിനത്തിൽ എല്ലാവർക്കും ഓണാശംസകൾ. എല്ലാം നന്മ എല്ലാവർക്കും ഉണ്ടാവട്ടെ. പ്രതീക്ഷ ഒരിക്കലും കൈവിടരുത്. ഹോപ്പ് ഈസ് എവറിത്തിങ്. ദാറ്റ്സ് മൈ ടാഗ് ലൈൻ ഇൻ ലൈഫ്. പ്രതീക്ഷയോടുകൂടി പോവുക. എല്ലാവർക്കും ബുദ്ധിമുട്ടുകളെല്ലാം ഏതെങ്കിലും കാലത്ത് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ പൊളിക്കും. ഈ ഓണദിനത്തിൽ നമ്മളോട് ഇത്രയും സമയം സംസാരിച്ച ജോബ് കുര്യന് ഹൃദയത്തിൽ നിന്നുള്ള ഒരുപാട് നന്ദി അറിയിക്കുന്നു. സംസാരിച്ച് തീർന്നിട്ടില്ല, പക്ഷേ എന്നിരിക്കെ പോലും നമുക്കിവിടെ അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യമാണ്. ഇത്രയും സമയം നമ്മളുമായി സ്പെൻഡ് ചെയ്ത ജോബിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് മാം.